നമ്മുടെ കർത്താവായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുഭാഷിതൻ്റെ പുസ്തകങ്ങൾ 8 അധ്യായം 17 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ആ വചനം ഇപ്രകാരമാണ്: എന്നെ സ്നേഹിക്കുന്നവരെ ഞാനും സ്നേഹിക്കുന്നു, യാഗരൂകതയോട് അന്വേഷിക്കുന്നവർ എന്നെ കണ്ടെത്തുന്നു. സമ്പത്തും ബഹുമാനവും നിലനിൽക്കുന്ന ധനവും ഐശ്വര്യവും എൻ്റെ അടുക്കലുണ്ട്. എന്നിൽ നിന്നുള്ള ഫലം സ്വർണത്തേക്കാൾ തങ്കത്തേക്കാൾ പോലും ശ്രേഷ്ഠമത്രേ. എൻ്റെ ഉൽപ്പന്നവും വിശിഷ്ടമായ വെള്ളിയേക്കാളും. ഞാൻ നീതിയുടെ മാർഗത്തിലും ന്യായത്തിൻ്റെ പാതകളിലും ചരിക്കുന്നു. ഞാൻ എന്നെ സ്നേഹിക്കുന്നവരെ സമ്പന്നരാക്കിയവരുടെ ഭണ്ഡാരം നിറയ്ക്കുന്നു. കർത്താവിൻ്റെ വചനം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ സ്വർഗീയ പിതാവിന് നമ്മളുടെ ഭണ്ഡാരം നിറച്ചു തരാൻ ഒറ്റ സെക്കൻഡ് മതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായി, ദൈവത്തിൻ്റെ അവകാശികളായി, ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട 7000 ജനത്തോടൊപ്പം അതിൽ നിലനിൽക്കാനായി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിത്യജീവനുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ ലോക ജീവിതം മാത്രം കണ്ട് മുന്നോട്ട് നീങ്ങുകയല്ല, നമുക്കൊരു നിത്യജീവനുണ്ട്. ആ നിത്യജീവൻ അവകാശമാകുവാൻ നാം എന്ത് ചെയ്യണം? നാം കർത്താവിൻ്റെ വചനം മുറുകെ പിടിക്കണം, ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കണം. ഈ ക്രിസ്മസ് കാലം ഡിസംബർ 1-ാം തീയതി ആകുമ്പോഴേ എല്ലാവർക്കും മനസ്സിന് കുളിർമയാണ്. കാരണം യേശുവിൻ്റെ ജനനം അത്രയ്ക്ക് നമ്മൾ കൊണ്ടാടുന്ന മാസമാണല്ലോ. നമുക്ക് യേശുവിനോടൊപ്പം ആ സന്തോഷത്തിൽ പങ്കുചേർന്നുകൊണ്ട് മറ്റുള്ളവരെ, എളിയവരെ സഹായിക്കാനുള്ള മനോഭാവത്തിലേക്ക് മുന്നേറാം. ഈ ചെറിയവനിൽ ഒരുവനെങ്കിലും നിങ്ങൾ സഹായം ചെയ്യുന്നുവെങ്കിൽ അതെനിക്ക് തന്നെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് ബോധ്യം നൽകിയ കർത്താവിൻ്റെ നാമത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുകയും കാണുകയും അതോടൊപ്പം ഈ വചനം വായിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കൃപയിൽ ഓരോ മക്കളെയും നിലനിർത്തണമേ. അപ്പാ, കടബാധ്യതയുള്ള മക്കളുണ്ട്, അവരെ സമർപ്പിക്കുന്നു. ഭവനമില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്ന മക്കളെ സമർപ്പിക്കുന്നു. ആരോരും സഹായത്തിനില്ലാത്ത മക്കളെ സമർപ്പിക്കുന്നു. പിതാവേ, ഇപ്പോൾ വിശേഷാൽ പ്രാർത്ഥന ആവശ്യമുള്ള മക്കളെ, കർത്താവേ, അനേകം മക്കൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടല്ലോ. പലരും എന്നെ വിളിക്കുന്നുണ്ട്. കർത്താവെ, അവരെ എല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ വേദനകളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഭാരങ്ങളും ബലഹീനതകളും അങ്ങ് ഏറ്റെടുക്കണമേ. കർത്താവേ, അങ്ങയുടെ കൃപയിൽ അവരെ പൊതിയണമേ. പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിയിൽ അവരെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ വാത്സല്യ സ്നേഹം എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും ഒപ്പം ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഉപവാസ പ്രാർത്ഥനയുടെ 3-ാമത്തെ ദിവസമാണ്. ഞങ്ങളുടെ അമല ധ്യാന കേന്ദ്രത്തിലാണ് നിങ്ങളെല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ ക്ഷണിക്കുന്നു. നിങ്ങളെല്ലാവരും കടന്നു വരണം. യേശുവിനോടൊപ്പം ഇരിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നമ്മൾ പാഴാക്കരുത്. ഈ നിമിഷമാണ് നമ്മളുടേത്, അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. കർത്താവ് നമുക്ക് ദാനമായി തരുന്നെങ്കിൽ തന്നു. ഹല്ലേലൂയ. അങ്ങനെയുള്ള കാലഘട്ടങ്ങളിലൂടെ ആണല്ലോ നമ്മൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും യേശുവിനോടൊപ്പമായിരിക്കാം. യേശുവിൻ്റെ നാമത്തിൽ നിലനിന്നുകൊണ്ട് നമുക്ക് ജീവിക്കാം. മറ്റുള്ളവരെ സഹായിക്കുന്ന മനോഭാവത്തിലേക്ക് വരാം. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ കരുണയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവും എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരുടെ മേലും എൻ്റെ കുടുംബത്തിൻ്റെ മേലും ഇരിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെല്ലാം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.